ഈറ്റ വെട്ടുന്നതിനിടെ പെട്ടെന്നൊരു പാമ്പ് പത്തി വിടർത്തി. ഭയന്ന് ആദിവാസി കയ്യിൽ കിട്ടിയ ഈറ്റക്കമ്പ് കൊണ്ട് ആഞ്ഞൊരു കുത്തുകൊടുത്തു. പക്ഷെ പാമ്പ് അതിനേക്കാൾ ശക്തിയിൽ ആഞ്ഞു കടിച്ചു. അയാൾ അയ്യോ എന്ന് നിലവിളിച്ച് ഏതാനും ചുവടുകൾ ഓടുകയും അവിടെ വീണു മരിക്കുകയും ചെയ്തു. ഇതിനു ദൃക്സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ മകന് അതോടെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. അതെ, നിമിഷനേരം കൊണ്ട് മരണത്തിന് കീഴടങ്ങിയ ആദിവാസി. കടിച്ചത് ചില്ലറക്കാരനല്ല, രാജവെമ്പാല, പാമ്പുകളിലെ രാജാവ് എന്നർത്ഥം. ലോകത്ത് പലതരത്തിലുള്ള വിഷപ്പാമ്പുകളാണുള്ളത്. ഇതിൽ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. ഒഫിയോഫാഗസ് ജനുസിലെ ഏക അംഗമാണ് രാജവെമ്പാല. സാധാരണ മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ പ്രധാന ആഹാരം. പലപ്പോഴും മറ്റുരകങ്ങളെയും കശേരുകികളെയും കരണ്ടുതീനികളെയും ഭക്ഷിക്കാറുണ്ട്. രാജവെമ്പാലയ്ക്ക് ശരാശരി 10 മുതൽ 19 അടി നീളമുണ്ടാകും. അതിനാൽ തലയുയർത്തി നിൽക്കുമ്പോൾ ഏറെ വലിപ്പം തോന്നിക്കുകയും ചെയ്യും. മറ്റു പാമ്പുകളെപ്പോലെ ചീറ്റുകയല്ല ഇവ ചെയ്യുക, പകരം ഒരു മുരൾച്ച ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. ശരാശരി 9 കിലോ ഭാരം, ആയുർദൈർഘ്യം 20 വർഷം. വിഷത്തിന്റെ വീര്യത്തിൽ മുന്നിലല്ലെങ്കിലും ഒരു കടിയിലൂടെ കൂടുതൽ അളവ് വിഷം ശരീരത്തിലേക്ക് എത്തിക്കാൻ രാജവെമ്പാലയ്ക്ക് കഴിയും. ഒറ്റക്കടിയിലുണ്ടാവുക 6 മുതൽ 7 മില്ലി ലിറ്റർ വിഷമാണ്. മറ്റേതു പാമ്പ് കടിച്ചാലും ഇത്രയും വിഷമില്ല. രാജവെമ്പാലയുടെ ഒരു കടിയിൽ 20 പേരെയോ ഒരു ആനയെയോ കൊല്ലാനുള്ള വിഷം വമിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കടിയേറ്റാൽ 15 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാം. ജീവന് ഭീഷണിയുണ്ടെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ രാജവെമ്പാലകൾ വിഷം പുറത്തേക്ക് പ്രയോഗിക്കാറുള്ളൂ. പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പാമ്പായി കണക്കാക്കുന്ന ഒന്നാണ് രാജവെമ്പാല. ഇവയുടെ വേട്ടയാടലും ജീവിത രീതിയുമാണ് അങ്ങനെ കണക്കാക്കാനുള്ള പ്രധാന കാരണം. മറ്റു പാമ്പുകളെക്കാൾ ഏറെ കാഴ്ചശക്തിയുള്ള പാമ്പും രാജവെമ്പാലയാണ്. 100 മീറ്റർ ദൂരത്തുള്ള വസ്തുക്കൾ വരെ ഇതിന് കാണാൻ കഴിയും. രാജവെമ്പാലകൾക്ക് നല്ല ഓർമ്മശക്തിയുമുണ്ട്. അത് അവയുടെ സഞ്ചാരത്തെയും ഇരയെ കണ്ടെത്താനും സഹായിക്കുന്നു. രാജവെമ്പാലയ്ക്ക് ചില സ്ഥലങ്ങൾ തിരിച്ചറിയാനും കഴിവുള്ളതായി ഗവേഷകർ പറയുന്നുണ്ട്. ഇത് ഇവയുടെ വേട്ടയാടൽ കഴിവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മറ്റു പാമ്പുകളെ പോലെയല്ല, രാജവെമ്പാല ഇരയെ പിന്തുടരുമ്പോൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതായി വിദഗ്ധർ പറയുന്നുണ്ട്. കൂടാതെ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളെ വേട്ടയാടാനും രാജവെമ്പാലയ്ക്ക് കഴിയും. സാധാരണയായി പാമ്പുകളിൽ പെൺപാമ്പുകൾക്കാണ് വലിപ്പം കൂടുതൽ. എന്നാൽ രാജവെമ്പാലയുടെ കാര്യത്തിൽ ഇത് വിപരീതമാണ്. ഇവിടെ ആൺപാമ്പുകൾക്ക് പെൺപാമ്പുകളെക്കാൾ 6 അടി വരെ കൂടുതൽ നീളമുണ്ടാകും. മറ്റൊരു ശ്രദ്ധേയമായ സ്വഭാവം ഇവയുടെ മെല്ലെയുള്ള മെറ്റാബോളിസമാണ്. ഒരു വലിയ ഭക്ഷണം, അതായത് മറ്റൊരു പാമ്പിനെയോ മറ്റോ കഴിച്ചാൽ മാസങ്ങളോളം ഇവയ്ക്ക് വിശപ്പുണ്ടാകാറില്ല. കൂടാതെ ഇവയുടെ എല്ലാ കടിയിലും വിഷം കുത്തിവെക്കാറില്ല. വിഷം കുത്തിവെക്കാതെ കടിക്കുന്ന ഡ്രൈ ബൈറ്റിംഗ് എന്ന സ്വഭാവം ഇവയിൽ സാധാരണമാണ്. രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥ പൊതുവെ ഉൾവനങ്ങളിലാണ്. ഒരു സാധുജീവിയെ പോലെയാണ് രാജവെമ്പാല എന്നും മനുഷ്യ സാന്നിധ്യം കണ്ടാൽ അത് സ്ഥലം വിടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പരമാവധി അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനേ ഇവ ശ്രമിക്കാറുള്ളൂ. എന്നാൽ മുട്ടയ്ക്ക് കാവലിരിക്കുന്ന സമയത്താണ് മനുഷ്യ സാമീപ്യം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ഉറപ്പായും ആക്രമിക്കും. ഇല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. മുട്ടയിടാനായി കൂടുണ്ടാക്കുന്ന ഒരേയൊരു പാമ്പും രാജവെമ്പാലയാണ്. വിരിഞ്ഞിറങ്ങിയ ഉടൻ കുഞ്ഞു രാജവെമ്പാലകൾ സ്വയം വേട്ടയാടി ജീവിക്കുന്നു. ഇവയെല്ലാം രാജവെമ്പാലയെ മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ്. കരിയിലകൾ കൂട്ടി കൂടുണ്ടാക്കും. ഇലകളും പുല്ലുകളും വാലുകൊണ്ട് അടുക്കി വെച്ചാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. ഇണചേരുന്ന സമയത്ത് ആൺപെൺ പാമ്പുകൾക്ക് നിറത്തിൽ വ്യത്യാസമുണ്ടാകും. പെൺപാമ്പിനെ അബദ്ധത്തിൽ ഭക്ഷിക്കാതിരിക്കാൻ കാഴ്ചയിലൂടെയും ഇണയെ തിരിച്ചറിയാനുള്ള ഒരു പരിണാമപരമായ അനുകൂലമാണിത്. ഏകദേശം 6 അടി പൊക്കത്തിൽ വരെ ഉയർന്നു നിന്ന് കടിക്കാൻ കഴിവുള്ള ഈ പാമ്പിനെ ഇന്ത്യയുടെ ദേശീയ ഉരകമായി നാഷണൽ റെപ്റ്റൈലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരിയുന്നതുവരെ അമ്മ മുട്ടകൾക്കൊപ്പം കഴിയും. ഇണചേരലിനു ശേഷം പാമ്പ് 50 മുതൽ 59 ദിവസത്തിനു ശേഷം മുട്ടകളിടുന്നു. മുട്ടകൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ വിഷം മുതിർന്ന പാമ്പുകളുടേതുപോലെ ശക്തമാണ്. തിളങ്ങുന്ന അവയുടെ നിറങ്ങൾ പക്വത പ്രാപിക്കുമ്പോൾ പലപ്പോഴും മങ്ങുന്നു. അവർ ജാഗരൂകരാണ്. അസ്വസ്ഥരാകുന്നുവെങ്കിൽ വളരെ അക്രമകാരികളുമാണ്. പത്തി ഉയർത്തി നിൽക്കുന്ന സ്വഭാവമുണ്ടെങ്കിലും പത്തിക്ക് മൂർഖൻ്റേതുപോലെ അഴകോ ഗാംഭീര്യമോ ഇല്ലെന്ന് പറയാം. ചാരമോ കറുപ്പോ മഞ്ഞ കലർന്ന തവിട്ടോ ആണ് നിറം. അതിൽ വെള്ളയോ മഞ്ഞയോ വളയങ്ങളും ഉണ്ടാകും. കാലാവസ്ഥാപരവും ഭൂമിശാസ്ത്രപരമായുമുള്ള വർണ്ണവ്യത്യാസം സാധാരണമാണ്. കേരളത്തിൽ അഗസ്ത്യമല മുതൽ കാസർഗോഡ് വരെ ഇവയെ കാണാറുണ്ട്. പശ്ചിമഘട്ടം, നിത്യഹരിത വനങ്ങൾ, ഈറ്റക്കാടുകൾ, ഇടതൂർന്ന അടിക്കാടുള്ള വനങ്ങൾ,
മുളങ്കാട്, അർദ്ധനിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇവയുണ്ട്. ഇവയുടെ വിഷം ഇരയുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ഇതിന്റെ ഫലമായി കടുത്ത വേദന, കാഴ്ചമങ്ങൽ, വെർട്ടിഗോ, മയക്കം, ഒടുവിൽ പക്ഷാഘാതം എന്നിവയുണ്ടാകുന്നു. വിഷബാധ ഗുരുതരമായെങ്കിൽ അത് പുരോഗമിക്കുമ്പോൾ ഹൃദയത്തകർച്ചയും തുടർന്ന് കോമയിലാകുകയും ചെയ്യും. ശ്വാസകോശ സംബന്ധമായ തകരാറ് മൂലം മരണം ഉടൻ വരുന്നു. വിഷബാധയുണ്ടായാൽ 15 മുതൽ 30 മിനിറ്റിനകം മരണം സംഭവിക്കും. വിഷത്തിന്റെ ഒരു ഭാഗമായ ഒഹിനിൻ എന്നൊരു പ്രോട്ടീൻ ഘടകം സസ്തനികളിൽ ഹൈപ്പോലോകോമോഷനും ഹൈപ്പറാൽജെസിയയ്ക്കും കാരണമാക്കുന്നു. ഈ ലക്ഷണങ്ങളെ തിരിച്ചാക്കാൻ വലിയ അളവിൽ പ്രതിവിഷം ആവശ്യമായി വന്നേക്കാം. പൊതുവെ ഇവ അക്രമകാരികളല്ല. എങ്കിലും തീറ്റ കൊടുക്കുന്നതിനിടയിലാണ് 2021 തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരൻ 45 വയസ്സുള്ള കാട്ടാക്കട അമ്പൂരി സ്വദേശി ഹർഷാദിന് രാജവെമ്പാലയുടെ കടിയേറ്റത്. രാജവെമ്പാല കടിച്ച് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മരണമാണ് ഹർഷാദിൻ്റേത്. രാജവെമ്പാല കടിച്ചുള്ള മരണം രാജ്യത്താദ്യമായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനും 1.5 വർഷം മുൻപ് കർണാടകയിലാണ്. ഒരു പാമ്പ് പിടുത്തക്കാരനാണ് അന്നു മരിച്ചത്. ഈറ്റ വെട്ടുന്നതിനിടെ പെട്ടെന്ന് മുന്നിൽപ്പെട്ട രാജവെമ്പാല പത്തി വിടർത്തിയപ്പോൾ ഒരു ഈറ്റക്കഷ്ണമെടുത്ത് അതിനെ കുത്തിയ ആദിവാസിയെയാണ് അന്ന് പാമ്പ് കടിച്ചത്. അയാൾ അയ്യോ എന്ന് നിലവിളിച്ച് ഏതാനും ചുവടുകൾ ഓടുകയും അവിടെ വീണ് മരിക്കുകയും ചെയ്തു. ഇതിന് ദൃക്സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ മകന് അതോടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഏതാനും വർഷം മുൻപ് തൃശൂർ ചിമ്മിണി വനാതിർത്തിയിൽ തളച്ചിരുന്ന ചൂലൂർ രവി എന്ന ആന ഭ്രാന്തിളകിയ മട്ടിൽ ചിഹ്നം വിളിക്കുകയും ബഹളം വയ്ക്കുകയും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചെരിയുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ ഈ ആനയുടെ ശരീരത്തിൽ രാജവെമ്പാലയുടെ വിഷം കണ്ടെത്തിയിരുന്നു. 100 തവണ വിരൽ ഞൊടിക്കുന്നതിനകം ചികിത്സ നൽകാൻ കഴിഞ്ഞാൽ രാജവെമ്പാല കടിച്ചയാളെയും രക്ഷിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധ ആയുർവേദ ചികിത്സകനായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ രാജവെമ്പാല വിഷത്തിനെതിരായ മറുമരുന്ന് ASV ആന്റി സ്നേക്ക് വെനം എല്ലായിടത്തും ലഭ്യമല്ല. തായ്ലൻഡിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. ഇന്ത്യയിൽ രാജവെമ്പാല വിഷത്തിനെതിരായ ASV നിർമ്മിക്കേണ്ട ആവശ്യം വളരെ കുറവെന്നാണ് പൊതുവെ അഭിപ്രായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം സൃഷ്ടിക്കുന്ന പാമ്പുകൾ മൂർഖൻ, വെള്ളിക്കട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നിവയാണ്. ഇതിൽ ഏറ്റവും വീര്യം കൂടിയ വിഷമുള്ളത് വെള്ളിക്കട്ടനാണ്. ഈ 4 പാമ്പുകളുടെ വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ASV ആണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ 4 പാമ്പുകൾ കഴിഞ്ഞാൽ പിന്നെ കരയിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മുഴമൂക്കൻ കുഴിമണ്ഡലിയാണ്. പക്ഷെ പ്രധാന 4 ഇനങ്ങളുമായി താരതമ്യം ചെയ്താൽ മുഴമൂക്കൻ കടിച്ചുള്ള മരണം വളരെ കുറവാണ്. മുഴമൂക്കൻ കുഴിമണ്ഡലിക്കെതിരായി ASV നിലവിലില്ല. അതുപോലെ കടൽ പാമ്പുകൾക്കെല്ലാം വിഷമുള്ളതാണ്. അവ കടിച്ചും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.